എൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു വർഷം കൂടിയാണ് 2000 എന്ന് പറയുന്ന ആണ്ട്. അത് വേറൊന്നല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രശാന്ത് നഗർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. മന്നൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്ലംബിങ്ങിൻ്റെ കോൺട്രാക്റ്റാണ്. ഒരു 7-7:30 മണിയോളം ആവുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ബാബ എന്നാണ്, ബാബ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. അന്ന് സുരേഷ് എന്നുള്ള പേര് അപൂർവം ആൾക്കാർക്ക് മാത്രമേ അറിയൂ. എന്നെ പഠിപ്പിച്ചിട്ടുള്ള രവീന്ദ്രൻ സാറിനോ അങ്ങനെയുള്ള വേണു സാറിനോ അല്ലെങ്കിൽ പപ്പ ടീച്ചറിനോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശ്രീദേവി ടീച്ചറിനോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അറിയാവൂ. ബാക്കിയുള്ളവർക്ക് എന്നെ വാബ എന്നാണ് വിളിച്ചത്. അപ്പോൾ ബാബ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, കേട്ടിക്കാവിന് അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പ്രശാന്തിനെ പറയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് വണ്ടിയില്ലെന്ന്. അപ്പോൾ ഞാൻ സലീമേട്ടനെ വിളിക്കുന്നു. ഞങ്ങൾ വണ്ടിയിൽ ഓട്ടോയിലൂടെ ചെല്ലുന്നു. അപ്പോൾ കോമ്പൗണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു വലിയ 2 നില വീട്. അതിൽ 3-4 നായ്ക്കളുണ്ടായിരുന്നു. അന്നത്തെ ഓർമ്മയാണ്. 3 അത് നാടൻ നായ്ക്കളല്ല, ഇനം. ഒന്ന് ഷെപ്പേഡ്, അതെനിക്ക് നല്ല രോമമുള്ളൊരു നായ ഷെപ്പേഡായിരുന്നു. മറ്റ് 2 നായ്ക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 വളഞ്ഞു നിൽക്കുന്നു. ഇവരുടെ നടുക്ക് ഒരു അതിഥി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രയും സൈസുള്ള നല്ല ഒരു മഞ്ഞ കലർന്ന ചെറിയ കാപ്പിപ്പൊടിയും കൂടി കലർന്നിട്ടുള്ള നല്ല സൈസുള്ള ഒരു മൂർഖനതിഥി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ പല ഭാഗത്തും, അദ്ദേഹത്തിൻ്റെ പകുതിക്ക് താഴെ പല ഭാഗത്തു നിന്നും ചോര കിനിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു നായി അതിലേക്ക് ഇറങ്ങി വരുന്നു, ഒരു നായി ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുറകിൽ കൂടെ വരുന്ന നായി വന്ന് ഇതിൻ്റെ വാലിൽ കടിക്കും. അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിയുമ്പോൾ അടുത്ത ഷെപ്പേഡ് വന്ന് അതിൻ്റെ പള്ളിയിൽ കടിക്കും, അതിൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് കടിക്കും. പക്ഷേ ഭാഗ്യം കൊണ്ട് നായ്ക്കൾക്കൊന്നും കടിയിട്ടില്ല. പാവം എൻ്റെ അതിഥിക്ക് അന്ന് 11ഓളം മുറിവുകളുണ്ടായി. അപ്പോൾ അത് വീട്ടുകാരോട് പറഞ്ഞിട്ട് വീട്ടുകാർ നായെ പിടിച്ചില്ല. അപ്പോൾ മന്നൻ ചേട്ടൻ ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കുന്നു. ഞാൻ ഗേറ്റിനകത്തേക്ക് ചാടുന്നു. അപ്പോൾ ഞാൻ ചാടിയത് നായ കടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ചാടുമ്പോൾ ഞാൻ അടുത്ത പൈപ്പ് നോക്കി വെച്ചു. അതിൽ ഓസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓസ് എടുത്ത് നായയുടെ ചെവിയിൽ, ഇതൊരു നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ നായി കേട്ടില്ല എങ്കിൽ, അനുസരിച്ചില്ല എങ്കിൽ, അപ്പോൾ തന്നെ നമ്മൾ വെള്ളം പാത്രത്തിലോ അല്ലെങ്കിൽ ഓസ് ഉണ്ടെങ്കിൽ ഓസിലോ എടുത്ത് ചെവിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നായുടെ ശ്രദ്ധ മാറി നായ ഓടി അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഈ ഓസ് വെച്ച് ഈ 3 നായും കറക്കി ചെവിയിൽ, എൻ്റെ മുഖത്തും ചെവിയിലെല്ലാം കൂടെ വെള്ളം നനച്ചു. ഈ വെള്ളം നല്ല പ്രഷറിൽ എൻ്റെ 3 പേരുടെയും മുഖത്തിങ്ങനെ കറക്കി ചീറ്റി. അതുപോലെ നമ്മുടെ അതിഥിയുടെ ദേഹത്താണ്. അപ്പോൾ അതിഥിയുടെ ദേഹത്ത് വെള്ളം വീണപ്പോൾ, മുറിവിലേക്ക് വെള്ളം വീണപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ ദേഹത്ത്, ആ ഒരു സമയം ഈ വെള്ളം പമ്പ് ചെയ്ത് ചെവിയിലേക്ക് നായ്ക്കൾ 4 ചുറ്റി ഓടി. ഞാൻ ഓസ് താഴെ ഇട്ടിട്ട് പെട്ടെന്ന് എൻ്റെ അതിഥിയെ പിടികൂടി ഗേറ്റിന് വെളിയിൽ കൊണ്ടുവന്നു. ആ സമയം കൊണ്ട് അവർ നായ അടച്ചു. എനിക്കൊന്ന് അന്ന് 10ഓളം പ്രാവശ്യം കടിക്കാനായിട്ട് ഇങ്ങനെ അടുത്ത് വരുന്നു. കാരണം അന്ന് എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പോൾ കടിക്കാണ്ട് വരുന്നു. ഞാൻ പെട്ടെന്ന് ചാടി മാറുന്നു. അന്നൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആവുന്നൊരു ബോഡിയായിരുന്നു. പെട്ടെന്ന് ചാടി മാറി. അപ്പോൾ എന്നിട്ട് അവസാനം അദ്ദേഹത്തെ എല്ലാവരെയും പരിചയപ്പെടുത്തി. അപ്പോൾ അന്ന് കൗമുദിയിൽ ഫോട്ടോ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഞാൻ ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുപോകുന്നു. എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഇപ്പുറത്ത് പുതുവെട്ടിക്കോണം എന്ന് പറയുന്നൊരു കുടുംബമുണ്ട്. അവരുടെയാണ് കേട്ടിക്കാവ് ക്ഷേത്രം എന്നാണ്. അതിപ്പോൾ ദേവസ്വം ഫണ്ട് കൈമാറി. അപ്പോൾ അവർക്കൊരു വലിയ പറമ്പാണ്. പറമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് മുതൽ ഏകദേശം ഒരു 1 കിലോമീറ്ററുള്ള നീളത്തിൽ ഇവരുടെ പാടവും പറമ്പുകളുമാണ്. ആ പറമ്പിലാണ് ഇവരുടെ ഒരു വീട്. ലതിക എന്നാണ് ആ വീട്ടിൻ്റെ പേര്. അവരുടെ താമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് പാമ്പുകളെ, എൻ്റെ അതിഥികളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലതിക എന്ന് പറഞ്ഞ വീട്ടിൻ്റെ പുറകിൽ വീട്ടിൻ്റെ പിന്നിൽ താഴേക്ക്, അതായത് ഒരു ചെറിയ താഴ്ന്ന സ്ഥലമാണ്. അപ്പോൾ താഴെ മേളിൽ നിന്ന് നോക്കിയാൽ ആൾക്കാർക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ കൂടുകൾ, ഇരുമ്പ് കൂടുകൾ ക്രമീകരിച്ച് അവിടെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ കൊണ്ടുവരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓർമ്മ എന്നാണ്, ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്. പാമ്പ് അതിഥിയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു അപകടം പറ്റിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു. അന്ന് എനിക്ക് സിൻഡെക്സിൻ്റെ കൂട് ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. ആ സിൻഡെക്സിൻ്റെ കൂട്ടിനകത്ത് മണലൊക്കെ ഇട്ട് വെച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. ആ കൂടൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഞാൻ വെളിയിൽ, ലതിക എന്ന് പറഞ്ഞ വീട്ടിൻ്റെ താഴെ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഒരു കമ്പ് വെച്ച് തലയിൽ പിടിച്ചു. എന്നിട്ട് തലയിൽ നിന്ന് എടുത്ത് എല്ലാ മുറിവും 11 മുറിവുകളും ക്ലീൻ ചെയ്തു. അന്ന് രാത്രിയല്ല, പിറ്റേന്ന് രാവിലെ. അന്ന് ഞാൻ ചാക്കി തന്നെ അദ്ദേഹത്തെ സൂക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ കൂടെല്ലാം ക്രമീകരിച്ച് അദ്ദേഹത്തിന് പിറ്റേന്ന് രാവിലെ മരുന്ന് വെക്കാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ 11 മുറിവുകൾ, വാലിൻ്റെ എൻഡ് വരെ 11 മുറിവുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാ മുറിവുകളും നല്ല ഡീപ്പായിട്ടുള്ള മുറിവാണെങ്കിലും കുടലൊന്നും അങ്ങനത്തെ അകത്തേക്ക് പോയിട്ട് മറ്റ് അവയവങ്ങളൊന്നും പുറത്തേക്ക് ചാട്ടില്ല. അപ്പോൾ എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായി അത് മരണപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ബിറ്റാഡിനൊക്കെ വാങ്ങി അത് നല്ല ക്ലീൻ ചെയ്ത് ബിറ്റാഡിന് ഓയിൽമെൻറ്റ് വാങ്ങി അതൊക്കെ മുറിവെല്ലാം വെച്ച് കെട്ടി. അങ്ങനെ ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, ആ കാലത്ത് എനിക്ക് നൈറ്റൊക്കെ ഒരുപാട് കോളുകളാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കൂട്ടിൽ വെച്ചു. എന്നിട്ട് ആ സ്ഥലത്ത് 2 പടിയുണ്ട്. അവിടെ പുറത്തൊരു അടുക്കളയുണ്ട്. അടുക്കളയുടെ സൈഡിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഇദ്ദേഹത്തിനെ കൂട്ടിലിട്ടതിന് ശേഷം കൂട് അടച്ചില്ല. അങ്ങനെ ഞാൻ ആ പടിയിൽ ചാരിയിരുന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ ചുവരിനും എൻ്റെ ഹിപ്പിനും എൻ്റെ ഇടുപ്പിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്.
ആ ഗ്യാപ്പിൽ കൂടി ഇദ്ദേഹം ഇറങ്ങി സൈഡിലേക്ക് പോകാൻ വേണമെങ്കിൽ താഴേക്ക് കാട്ടിലേക്ക് പോകേണ്ടി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചുറ്റി നേരെ എൻ്റെ ഈ മടിയിലൊക്കെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പാനിക്കാം, ലോകത്തിലൊന്നിനും ഞാൻ ഭയപ്പെടാറില്ല. എന്നെ കാണാനായിട്ട് വന്ന രണ്ടുപേരും ഇത് മേളിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ബഹളം വെച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞു മിണ്ടരുത്, അനങ്ങരുത്, നിങ്ങൾ മിണ്ടരുത്, നിൽക്കുന്നിടത്ത് നിങ്ങൾ അനങ്ങരുത്. ഇന്നൊന്ന് എൻ്റെ സലീമേട്ടൻ, മരണപ്പെട്ട എൻ്റെ സലീമേട്ടനാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബഹളം വെച്ചു. അപ്പോൾ ഞാൻ ചേട്ടാ അനങ്ങാൻ, ഞാൻ ചേട്ടാ മിണ്ടല്ലേ, ഇങ്ങനെ പോകാൻ, ഞാൻ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പം അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കൈയുടെ ആ 3 നായ്ക്കളുടെ മുന്നിൽ ഇങ്ങനെ അത്രയ്ക്ക് വീര്യത്തോടെ എണീറ്റ് നല്ല സൈസുള്ള, എനിക്ക് തോന്നുന്നത് ഈ അളവെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഈ അളവെങ്കിലും കാണും, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വട്ടമെങ്കിലും കാണണം അദ്ദേഹത്തിൻ്റെ ആ ബോഡിയുടെ സൈസ്. അത് പിന്നെ പെരുകുമ്പോഴോ അതിനേക്കാളുപരി. പക്ഷേ അതിനുശേഷം നമുക്ക് ഒരുപാട് വലിയ അതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇറങ്ങി ഒന്നും ചെയ്യില്ല, മിണ്ടാതെ താഴേക്ക്. ഞാൻ മിണ്ടിയില്ല, വാലറ്റം പോകുന്നവർ അനങ്ങാതിരുന്നു. താഴെ പോയത് ഞാൻ പിടിച്ച് കൂട്ടിലാക്കി. കാരണം അത് വേറെ ഒരാളായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് പേടിച്ചനെ, ബഹളം വെച്ചനെ, കടി കിട്ടിയനെ. ആ അതിഥിയെ ഞാൻ 11 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 1-2 ദിവസമല്ല, 11 മാസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ 11 മാസത്തിൽ ഒന്നിടവിട്ട് അങ്ങനെ ഒരു ഏകദേശം എനിക്കൊരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുറിവെല്ലാം പൂർണ്ണമായിട്ട് കരിഞ്ഞു. പിന്നെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ കൂട്ടിനകത്ത് വെള്ളം വെക്കുന്നത് മാത്രമേ കുടിക്കുന്നുള്ളൂ. ഞാൻ എലി ഇടാറുണ്ട്, കഴിക്കാറില്ല. എലി ഇദ്ദേഹം കടിക്കുന്നു, ചത്തുപോകുന്നു. അങ്ങനെയാണ് എനിക്കൊരു സംശയം. ഞാൻ അന്ന് എൻ്റെ ആത്മാർത്ഥമുള്ള ഏതോ സുഹൃത്ത് വെറ്റിനറി ഡോക്ടർ സാറുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംശയം ചോദിച്ചു. എനിക്ക് ജേക്കബ് സാറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചോദിച്ചപ്പോൾ സുരേഷ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത് ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ കാടമുട്ട വാങ്ങി, ഒരു 8-10 കാടമുട്ട വാങ്ങി പൊട്ടിച്ച് പ്ലേറ്റിൽ ഒഴിച്ച്, ഒരു ഗ്ലാസ്സിലോ പ്ലേറ്റിലോ ഒഴിച്ചതിന് ശേഷം വലിയ സിറിഞ്ച് വാങ്ങണമെന്ന്. വലിയ സിറിഞ്ച് വാങ്ങിയിട്ട് ഇതിൻ്റെ വായിലേക്ക് തലയിൽ പിടിച്ച് വായിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ട്യൂബ് ഇറക്കിയിട്ട് ഇതുവഴി തള്ളിക്കൊടുത്തു. അങ്ങനെ 3 മാസത്തോളം എനിക്ക് അങ്ങനെ തുടർച്ചയായി 2 ദിവസം 3 ദിവസത്തിലേക്ക് എനിക്ക് തള്ളി കൊടുക്കേണ്ടി വന്നു. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത്. ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഇപ്പോഴാണ് ആൾക്കാർ വായിക്കാത്ത തീറ്റി വെച്ച് കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഞാനൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാഹിയില്ലാത്ത, പാമ്പുകളെ കുറിച്ചൊരു ABCD അറിഞ്ഞുവിടാത്ത, പാമ്പ് ഫുഡ് എങ്ങനെ കഴിക്കുന്നു എന്നാണ് ഇടാത്ത, പക്ഷേ മിഴുങ്ങുന്നു എന്നുള്ളത് നമുക്ക് ചെറുപ്പം മുതലേ അറിയാം. നമ്മൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, പല സ്ഥലത്ത് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഏകദേശം 10.5 മാസം ഞാൻ അദ്ദേഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തു. അതിനുശേഷമാണ് ഞാൻ പരിചയപ്പെട്ട ഓഫീസർമാരോടൊപ്പം നെയ്യാർ ഉൾവനങ്ങളിൽ കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 20 പേരെയും തുറന്നുവിട്ടത്. ആ തുറന്നുവിട്ട് വരുമ്പോഴാണ് നമ്മളൊക്കെ ഞെട്ടുന്നൊരു വാർത്ത പത്രങ്ങളിലും ചാനലിലും ഉണ്ടായിരുന്നു. വാവാ സുരേഷ് പാമ്പിനെ തുറന്നു വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരതിഥി വന്ന് കാത്തിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് ഈ അതിഥിയായിരുന്നു എന്നുള്ളതാണ്. അത് എന്നെ തിരക്കിയിരുന്നതല്ല. അദ്ദേഹത്തിന് ശരീരം ശോഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടോ നമ്മൾ വിട്ട സ്ഥലത്തുനിന്ന് ഒരു 50-60 മീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വന്ന ബോട്ട് കിടന്ന ആ സ്ഥലത്തേക്ക്. അതുകൊണ്ട് അദ്ദേഹം ഇഴഞ്ഞു വന്ന് ബോട്ട് വെള്ളത്തിൽ കിടന്ന് ആടിക്കൊണ്ടുവന്നപ്പോൾ പേടിച്ചിട്ട് അവിടെ പത്തി വിടർത്തി ഇരുന്നതാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പലരും പറഞ്ഞത് അത് വാവാ സുരേഷിനെ തിരിച്ചറിഞ്ഞു വന്നു എന്നാണ്.